സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദൻ എവിടേക്ക് പോയിരിക്കുക എന്ന് യാതൊരു പിടുത്തവും ഇല്ലാതിരിക്കുന്ന ദേവിയേക്ക് ശാരിക വഴി നന്ദൻ ഇസബല്ലയോടൊപ്പം ആണെന്നുള്ളൊരു ഹിൻറ്റ് കിട്ടി. എങ്കിലും എവിടെയാണ്, ഇപ്പം എങ്ങോട്ട് പോവുകയാണ് എന്നൊന്നും യാതൊരു അറിവുമില്ല. കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിന്ന ദേവികയ്ക്ക് മുമ്പിൽ ചന്ദ്രമതി എത്തി അറിഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. മുരളിക്കാണെങ്കിൽ ശാരിക നവീനുമൊത്തുള്ള വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷം ഗൗരിയുടെ അച്ഛൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു പെൺകുട്ടി വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ആലോചനയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും മാത്രമല്ല, നവീൻ ലീവിന് നാട്ടിലേക്ക് വരുന്നുണ്ട്. അയാളെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ മുരളി ഇന്നൊരു ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. അപ്പം വിശ്വസിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ ആരുമില്ലാത്തത് കൊണ്ട് ദേവികയാണെങ്കിൽ ഗിരീഷിനെയും കൂട്ടിയാണ് നന്ദനെയും ഇസബല്ലയും കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഈ യാത്ര തീർത്തും രഹസ്യമായതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനോടോ പ്രഭാവതിയോടോ ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. ഫയൽ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. തൻ്റെ ഭർത്താവ് ഇത്രയധികം വഴിവിട്ടു പോയ ഈ സാഹചര്യത്തിൽ ഇനി ഭർത്താവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് പിന്നാലെ കരഞ്ഞു പോകാൻ ദേവികയ്ക്ക് സമയമില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമെടുത്തു. വാക്കുകൾ പ്രചരണത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ, ജീവിതത്തിലും പ്രവൃത്തിയിലും പാലിക്കണമെന്നുള്ളൊരു ഉറച്ച തീരുമാനമെടുത്ത ദേവികയാണെങ്കിൽ നന്ദനെയും ഇസബല്ലയും കണ്ടുപിടിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അപ്പം തൻ്റെ അറിവും, അതായത് ചന്ദ്രമതി പറഞ്ഞു കൊടുത്ത ആ അറിവ് തെറ്റല്ലെന്ന് ഹോട്ടലിൽ എത്തുന്ന ദേവിയേക്കും ഗിരീഷിനും മനസ്സിലാകുന്നുണ്ട്. ഗിരിക്കാണെങ്കിൽ മുമ്പേ തന്നെ ശാരിക ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, തൻ്റെ ചേച്ചിയോട് ഇത്രയധികം ദ്രോഹം ചെയ്ത നന്ദേട്ടന് ഒരു തല്ല് കൊടുക്കണം. ഇത്രയും നാൾ ഏട്ടാ ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് നടന്നിട്ട് മുഖത്ത് നോക്കി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗിരിയേട്ടൻ തനിക്ക് വേണ്ടിയിട്ട് ആ ഒരു കർമ്മം ചെയ്യണമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ള ആ വാക്ക് കൃത്യമായിട്ടും പാലിക്കുന്നുണ്ട് ഗിരി. കാരണം നന്ദനെ കണ്ടെത്തിയത് ഒറ്റയ്ക്കല്ല. ദേവികയൊത്ത് പിണങ്ങിയ നന്ദൻ മറ്റൊരു പെൺകുട്ടിയുമൊത്ത് ഒറ്റയ്ക്ക് ദൂരെയുള്ളൊരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അവർ തങ്ങളിലുള്ള മോശമായ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ പാകത്തിന് ആ ഒരു വീഡിയോ ചന്ദ്രമതി ആൻറ്റിയുടെ കയ്യിലെത്തിയിരിക്കുന്നു. അത് ദേവിയേക്കും കാണുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഗിരി എന്ന് പറയുന്ന ഒരു അളിയന് തൻ്റെ അളിയൻ വഴിവിട്ടു പോകുക എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, നന്ദനെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഇസബല്ല അതിനെ തടയുന്നുണ്ട്. ഇസബല്ല അതിനെ ന്യായീകരിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് നന്ദനെ തല്ലുന്നത് കണ്ടിട്ടും ഇസബല്ല ഭയങ്കരമായിട്ട് ഗിരിയോട് ചൂടാകുന്നു. അപ്പം നന്ദനാണെങ്കിൽ ഇസബല്ല ഗിരിയെയും ദേവികയെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് പോലും ഇസബല്ലയ്ക്ക് വിഷമമാകും എന്ന് വിചാരിച്ച് അവളെ തടയുന്നില്ല. ഇങ്ങനെ നിൻ്റെ ഭാര്യയെ നിൻ്റെ കൺമുന്നിൽ വെച്ച് മറ്റൊരു പെൺകുട്ടി അപമാനിക്കുന്നത് കണ്ടിട്ട് നിനക്കൊരു മറുപടിയും പറയാനില്ലേ? എന്തായാലും നന്ദനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. KK നായരുടെ പ്ലാന്റ് വന്നപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു, ദേവിക ഒരിക്കലും ഇങ്ങനൊരു ചതിക്ക് കൂട്ടു നിൽക്കില്ല, അവളെ ആരോ സമ്മർദ്ദത്തിലാക്കിയതായിരിക്കുമെന്ന്. അപ്പം നിൻ്റെ സഹോദരി ഉണ്ടല്ലോ രജനി, അവൾ തറ തട്ടി നിന്നു. നീയും നിൻ്റെ അമ്മയൊന്നും ഇങ്ങനൊരു വഴിവിട്ട കാര്യത്തിന് ദേവികയെ പ്രഷർ ചെയ്യത്തില്ല. ദേവിക കൈക്കൂലി മേടിച്ചിട്ടാ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് ഇപ്പം മനസ്സിലായില്ലേ ആരുടെ ഭാഗത്താ തെറ്റെന്ന്? എന്തായാലും നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദനെ കരളിൽ കൊള്ളുന്ന രൂപത്തിൽ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഗിരി. അപ്പം ദേവിക പറയുന്നു, എനിക്കിങ്ങനൊരു ഭർത്താവുമൊത്ത് ജീവിക്കാൻ താല്പര്യമില്ല ഗിരിയേട്ട. ഞാൻ നന്ദനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. കുറേ നാളുകൊണ്ട് എനിക്ക് തോന്നിയ സംശയമാണ്. എൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. എൻ്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ച ആ ഫയൽ മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചു തരണം. ആ ഫയൽ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നും പറഞ്ഞ് ദേവിക വാശി ഉണ്ടാക്കുന്ന സമയത്ത് തീരെ ഗതി കേട്ടിട്ട് ഇസബല്ലയ്ക്കും അതുപോലെ നന്ദനും കുറ്റം സമ്മതിക്കേണ്ടി വരും. മാത്രമല്ല, ആ ഒരു പ്രശ്നങ്ങളും വഴക്കുമെല്ലാം ആ യൂട്യൂബർ വീഡിയോ ദൃശ്യം വഴി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതൊരു എക്സ്ക്ലൂസീവ് ന്യൂസാണ്. തൻ്റെ ചാനലിന് റേറ്റിംഗ് കിട്ടുന്ന ഏറ്റവും വലിയൊരു ന്യൂസ് എങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യുക എന്ന ആ ഒരു മാർഗത്തോടെയാണ് അയാൾ വന്നിരിക്കുന്നത്. മാത്രമല്ല, ദേവികയും ഗിരിയും വന്ന് നന്ദനോട് വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം അടുത്ത റൂമിലുള്ള ആളുകളും വന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് നന്ദനെയും അതുപോലെ ഇസബല്ലയും സംബന്ധിച്ച് വല്ലാത്ത മാനക്കേടുണ്ടാക്കുന്നെങ്കിലും ഇസബല്ലയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എങ്ങനെയെങ്കിലും നന്ദനും ദേവികയും ഇങ്ങനെ നാണക്കേടിൻ്റെ പേരിനെങ്കിലും ബന്ധമൊഴിഞ്ഞ് തന്നോടൊപ്പം നന്ദൻ വരുന്നെങ്കിൽ അത് തന്നെ വലിയ കാര്യമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേവികയ്ക്ക് ചൊടിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇസബല്ല ഓരോന്നും പറയുന്നുണ്ട്. അപ്പം നന്ദന് തന്നെ മനസ്സിൽ തോന്നുന്നു, ഇവളെന്തിനാ ചുമ്മാ ഇല്ലാ കഥയൊക്കെ പറഞ്ഞ് ദേവികയെ ചൊടിപ്പിക്കുന്നത്? പക്ഷേ എങ്കിലും തുറന്നു പറയാനാകില്ല. എന്തായാലും നന്ദൻ്റെ ഈ തെറ്റുകുറ്റങ്ങൾക്ക് നല്ല തക്ക ശിക്ഷ കിട്ടുന്നു എന്ന് മാത്രമല്ല, ദേവികയും ഗിരിയും വഴി DYSPക്ക് നേരിട്ട് നന്ദനെ കൊണ്ടുവന്ന് കൈമാറുകയും ചെയ്ത കുറ്റത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ നന്ദന് മേടിച്ചു കൊടുക്കണമെന്ന്
DYSPയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ DYSPയും ഇസബെല്ലയും കെവിനുമാണെന്നുള്ള കാര്യം അധികം താമസിക്കാതെ പുറത്തേക്ക് വരും. ആ ന്യൂസും കൂടി വന്നു കഴിഞ്ഞാൽ ശാരിക ആരാണെന്നുള്ള സത്യം കെവിനെ വ്യക്തമായിട്ട് അറിയുകയും കെവിനോട് കാണിക്കുന്ന ഈ സ്നേഹമെല്ലാം കപടമാണെന്ന് തിരിച്ചറിയിക്കുകയും ചെയ്യും. അതോടെ എന്തായാലും നവീനും ഗൗരിക്കും മുരളിക്കും ഒക്കെ ശാരികയോട് തോന്നിയ തെറ്റിദ്ധാരണ മാറി വീണ്ടും അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി നവീൻ്റെ പെണ്ണായി വീണ്ടും ശാരികയെ വിവാഹം ആലോചിക്കുമോ, അതോ ശാരികയുടെ ആഗ്രഹപ്രകാരം ഒരു ജോലി കിട്ടിയിട്ട് മാത്രം മതി വിവാഹം എന്നുള്ളൊരു തീരുമാനത്തിന് ഗൗരിയും നവീനും മുരളിയൊക്കെ സമ്മതം മൂളുമോ? കാത്തിരിക്കാം. എന്തായാലും ശാരിക തെറ്റുകാരിയല്ലെന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാവർക്കും ശാരികയോട് തോന്നിയ പിണക്കം മാറുമെന്ന് മാത്രമല്ല, ദേവികയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും അതുപോലെ ഭാവിയും കണക്കാക്കാതെ എന്തിനു വേണ്ടി പോന്ന ശാരികയുടെ ആ ഒരു പെരുമാറ്റത്തിന് മുമ്പിൽ ദേവികയ്ക്ക് എന്ത് മറുപടിയായിരിക്കും നൽകാനാകുക? കാത്തിരിക്കാം.